വല്ലാഹി അല്ലാഹുവാണേ സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, ഒരു വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കൂലാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന് അല്ലാഹു പുറത്തു കൊടുക്കൂല. ആ വ്യക്തിക്ക് അല്ലാഹു അയാളുടെ പാപം പുറത്തു കൊടുക്കും, മറ്റേയാൾക്ക് കിട്ടും. ഫഇന്നീ ഖദ് ഗഫർതു ലിഫുലാൻ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ആ വ്യക്തിക്ക് പുറത്തു കൊടുക്കും. വഉഹ്ബിതത് അമലുക, നിന്റെ അമല് ബാത്തിലാവുകയും ചെയ്യും. ചില വാക്കുകൾ മതി നമ്മുടെ എല്ലാം തകരാൻ. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ നല്ല പോലെ ഉപയോഗിച്ചോളൂ, ഇല്ലെങ്കിൽ ചെയ്തതൊക്കെ പോകുന്നാണ് പഠിപ്പിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസിൽ കാണുന്നൊരു വാക്ക് കാണാം, എല്ലാ തിങ്കളാഴ്ചയും, എല്ലാ വ്യാഴാഴ്ചയും, എല്ലാ മാസം, എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അടിമകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കാറുണ്ട്. ഫയഗ്ഫിറു ലികുല്ലി അബ്ദിൻ, അന്ന് അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് രണ്ടാളുകൾക്ക് ചാൻസ് ഇല്ല. ആരാണത്? ലാ യുശ്രികു ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ ശിർക്ക് വെക്കുന്നവരാണ്. ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ശിർക്ക് വെക്കുന്ന അവസ്ഥ വന്നാൽ അള്ളാഹു വല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക, നേർച്ച വഴിപാടുകൾ ചെയ്യുക, ബലികർമ്മങ്ങൾ ചെയ്യുക, അള്ളാഹു വല്ലാത്തവരോട് ഇസ്തിഗാസയും പ്രാർത്ഥനകളും അർപ്പിക്കുക. ഏതെങ്കിലും ശിർക്ക് ചെയ്തു പോകുന്ന മനുഷ്യ, എല്ലാവർക്കും പുറത്തു കിട്ടുമ്പോ നിനക്ക് മാപ്പ് കിട്ടൂല. രണ്ടാമത്തെ ആള് ഇല്ലാ റജുലൻ, മറ്റൊരാളുണ്ട്, കാനത്ത് ബൈനഹു വ ബൈന അഖീഹി ശഹ്നാ, അവനും മറ്റൊരാളും തമ്മിൽ ചെറിയ ചില പകയും വിദ്വേഷവുമുണ്ട്. കുടുംബത്തിലോ നാട്ടിലോ പ്രസ്ഥാനത്തിലോ പള്ളിയിലോ ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പും കൊണ്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നമുക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആ മഗ്ഫിറത്തിൽ ചാൻസ് ഇല്ല. കൊല്ലങ്ങളോളം പിണങ്ങി നിന്നിട്ടാണോ നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്ക് ചാൻസ് ഇല്ല. വിട്ടുകൊടുക്കാൻ കഴിയണം. ഒരു നിബന്ധനയും വെക്കാതെ ചെയ്ത ക്രൂരതകളെല്ലാം മറന്ന് നിനക്ക് ജീവിക്കാൻ, നിനക്ക് സ്വർഗം കിട്ടാൻ നീ വിട്ടാൻ കൊടുക്കണം. പകയുമായി വെറുപ്പുമായി ജീവിക്കുന്ന മനുഷ്യന് അന്നേ ദിവസം ചാൻസ് ഇല്ല എന്ന്